സലാർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം നിങ്ങൾക്കിഷ്ടമായിരുന്നു. എന്നാൽ ഇതാ വീണ്ടും ആഘോഷിക്കാൻ സലാർ എത്തുകയാണ്. പ്രശാന്ത് നീൽ പ്രഭാസ് ടീമിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം സലാർ റീ റിലീസിന് എത്തുകയാണ്. ഇക്കുറി 1000 കോടിയിലെത്തുമോ ചിത്രമെന്നാണ് പ്രേക്ഷകരുടെ ആകാംക്ഷ. KGF എന്ന ഒറ്റ സിനിമയിലൂടെ പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തമായ നിർമ്മാണ കമ്പനിയാണ് ഹോംബാലെ ഫിലിംസ്. KGF ചാപ്റ്റർ 2, കാന്താര, സാലാർ എന്നീ ബിഗ് ബജറ്റ് സിനിമകളിലൂടെ കോടികളുടെ ലാഭമാണ് ഹോംബാലെ ഫിലിംസ് നേടിയെടുത്തത്. ഇപ്പോഴിതാ പുതിയൊരു സന്തോഷ വാർത്ത കൂടി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. അതെ, പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് സലാർ. വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയാണ് തിയേറ്റർ വിട്ടത്. ഇപ്പോഴിതാ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മാർച്ച് 21-നാണ് ചിത്രം റീ റിലീസ് ചെയ്യുന്നത്. 2023-ലെ ക്രിസ്മസ് റിലീസായാണ് സലാർ എത്തിയിരുന്നത്. ഡിസംബർ 22-നെത്തിയ ചിത്രം തിയേറ്ററിലെ വമ്പൻ വിജയത്തിന് ശേഷം OTT-യിലും ഏറെ ചർച്ചയായിരുന്നു. പ്രഭാസിനൊപ്പം പൃഥ്വിരാജും സലാറിൽ പ്രധാന വേഷത്തിൽ എത്തി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിക്ക് മുകളിലാണ് സലാർ കളക്ട് ചെയ്തത്. പ്രശാന്ത് നീൽ തന്നെയാണ് സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയത്. 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ എങ്ങനെ കൊടും ശത്രുക്കളായി മാറി എന്നതാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അതേസമയം ഹോംബാലെ ഫിലിംസിന്റെ പിന്നിൽ 2026, 2027, 2028 എന്നിങ്ങനെ 3 വർഷങ്ങളിലായി വരുന്നത് വമ്പൻ ചിത്രങ്ങളാണ്. ഇതിൽ പ്രശാന്ത് നീൽ ചിത്രമായ സലാർ 2 ആണ് ആദ്യമായി പുറത്തിറങ്ങുന്ന ചിത്രം. ഇന്ത്യൻ സിനിമയുടെ സത്തയെ ആഘോഷിക്കുകയും അത് രാജ്യാന്തര തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് സിനിമകൾ നിർമ്മിക്കുന്നതെന്നാണ് ഹോംബാലെ പറയുന്നത്. എന്തായാലും സലാർ 2-നുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.